ഒരു സംഗതി ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അതായത് ഒരു സമൂഹത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ എണ്ണം അത് ഒരു നിശ്ചിത ശതമാനത്തിന് മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളെ കുറിച്ചിട്ട് ചില കണക്കുകൾ ഇങ്ങനെ പ്രചരിക്കുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയില്ല. പക്ഷേ ആ പറഞ്ഞ സംഗതിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ സമൂഹത്തിൽ മുസ്ലിം പോപ്പുലേഷൻ 20% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം സാഹചര്യം. ആ സാഹചര്യം എന്ന് പറയുന്നത് ആ സമൂഹത്തിലുള്ള പല നിയമങ്ങളെയും ആ നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കണം എന്നുള്ള ഒരു ആവശ്യം ഉണരും എന്നതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഒരു ഉയർച്ച അവിടെ കാണും ആവശ്യങ്ങളുടെ. ഞങ്ങൾക്കത് പറ്റില്ല, ഞങ്ങളുടെ മതത്തിനെതിരാണ്, ഞങ്ങളുടെ കൾച്ചറിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂഹത്തിലെ നിയമങ്ങൾ തങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ വിഷയം വരുമ്പോഴും ഇത് തങ്ങൾക്ക് പ്രശ്നമാണ് എന്നതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇത് ആഗോളതലത്തിൽ തന്നെ നമ്മൾ കാണുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ആളുകളുണ്ട്. ഈ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങോട്ട് പോയി അവിടെ ജീവിക്കാൻ വേണ്ടി അഭയം പ്രാപിച്ച് പിന്നെ അവിടുത്തെ പൗരന്മാരായിട്ട് മാറുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായപ്പോൾ ആ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടത് എന്താണ്? അവിടുത്തെ സ്കൂളുകളിൽ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഈ പന്നിയിറച്ചി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർ പറയും ഇത് ഞങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്നുവെച്ചാൽ ഈ മെനുവിൽ നിന്നും ഈ പന്നിയിറച്ചി ഒഴിവാക്കണം, ഇത് ഞങ്ങളുടെ ഇതിന് ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയും അതിന്റെ ഭാഗമായിട്ട് ആ മെനുവിൽ നിന്ന് അത് ഒഴിവാക്കുന്ന ഒരു അവസ്ഥ. അതല്ലെങ്കിൽ അവിടങ്ങളിലുള്ള ഇപ്പോൾ ലീഷർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് അവിടെയൊക്കെ സ്വിമ്മിംഗ് പൂൾ, പബ്ലിക് പൂൾസ് ഉണ്ടാവും. ആ പൂൾസിൽ അവിടെ സത്യത്തിൽ സെഗ്രിഗേഷൻ ഇല്ല. അങ്ങനെ ഇരിക്കെ ഇവരവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ പറയും ഞങ്ങൾക്ക് സെഗ്രിഗേഷൻ വേണം, ഞങ്ങൾ ഈ വരുന്ന സമയത്ത് ഇതുപോലെ ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് പൂളിലുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ സെഗ്രിഗേഷൻ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ. അങ്ങനെ പിന്നെ അത് സ്ത്രീകൾക്ക് പ്രത്യേക സമയം, പുരുഷന്മാർക്ക് പ്രത്യേക സമയം എന്നാക്കി മാറ്റുക. ഇതെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളത് കാണുന്നു. അതായത് ഇവിടെ ഗവൺമെൻറ് ഒരു സംഗതി ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകൾ ഒന്നുകൂടി ബാക്കോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുടുംബശ്രീ പ്രതിജ്ഞ ഇവിടെ ഒരു ചർച്ചയായിട്ടുണ്ടായിരുന്നു. കുടുംബശ്രീയുടെ ഭാഗമായിട്ടൊരു പ്രതിജ്ഞ അവർ രൂപപ്പെടുത്തുമ്പോൾ അതിനകത്ത് സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ചൊരു സംഗതി വന്നപ്പോൾ അതിനെതിരെ ഇവിടെ വലിയ വിവാദം ഉണ്ടായി. അപ്പോൾ അന്ന് പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അത് ഞങ്ങൾക്കെതിരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കുടുംബശ്രീ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അത് ഇന്ത്യയിൽ തന്നെ വളരെ മാതൃകാപരമായിട്ട് നടപ്പിലാക്കി വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളൊരു ആശയമാണ് ഈ പറയുന്ന കുടുംബശ്രീ എന്ന് പറയുന്നത്. അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം കൂടിയാണ്. അതിലൂടെ കേരളം ഇന്ത്യയിൽ തന്നെ മുന്നിട്ട് നിൽക്കുകയും അല്ലെങ്കിൽ വ്യത്യസ്തമാവുകയും ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന താലിബാനി സ്വഭാവം കാണിക്കുന്ന ആളുകളായിരുന്നു ഇത് കൊണ്ടു നടന്നിരുന്നുണ്ടെങ്കിൽ കുടുംബശ്രീയുടെ ആ പ്രതിജ്ഞ പോയിട്ട് കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു ആശയം പോലും ഉണ്ടാവില്ല. അതാണ് നമ്മൾ പറഞ്ഞു നോക്കുക. അപ്പോൾ ഇത് പിന്നോട്ടടിക്കുന്ന ഒരു വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു മതമായിരിക്കും. ആ മതത്തിൻ്റെ നിയമങ്ങൾ ഓരോന്നോരോന്നായിട്ട് സമൂഹത്തിലേക്ക് ഇറക്കുകയും കൂടിയാണ് ചെയ്യുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മളിവിടെ എതിർക്കേണ്ടി വരുന്നതും എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്.